ഇന്ന് ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന, നമുക്ക് മുൻപേ കടന്നു എന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി വാതിലുകളെ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവം, തന്റെ ദൂതന്മാരെ അയച്ച് നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരുന്നൊരു ദൈവം. ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് നൽകിയ ആലോചന അതാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ഇന്ന് ആകുലപ്പെടുന്ന, നിങ്ങൾ ഭയപ്പെടുന്ന, പേടിക്കുന്ന സകല വിഷയത്തിലും ദൈവമായിട്ട് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ വഴി തുറക്കും എന്നറിയാതെ ഭാരപ്പെട്ട് ഇനി ഒരിക്കലും അവിടെ വഴി ഉണ്ടാകില്ലെന്ന് ചിന്തിക്കുന്നിടത്തും കർത്താവിനൊരു വാതിലുണ്ട്. അതിനുവേണ്ടി അവൻ മുൻപേ ദൂതനെ അയക്കും. ഇന്നത്തെ സന്ദേശം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറക്കൽ ചെന്നു. കല്ലറ വായ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആർ കല്ല് ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ മഗ്ദലന മറിയവും മറ്റു സഹോദരിമാരും യേശുവിന്റെ കല്ലറക്കൽ ചെന്നതെന്ന് മറ്റു സുവിശേഷങ്ങളുണ്ട്. ആര് നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? 20 ടണ്ണോളം ഭാരമുള്ള കല്ലായിരുന്നാണ് അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്. യേശുവിന്റെ കല്ലറ മൂടി വെക്കുവാനായി 20 ടണ്ണോളം ഭാരമുള്ള വലിയ കല്ലായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്നാൽ അത് ആര് മാറ്റും? ആർക്കും മാറ്റിവെക്കാൻ പറ്റാത്ത വലിയ കല്ല് എങ്ങനെ ഉരുട്ടി മാറ്റും? ഒരുപാട് പടയാളികൾ ചേർന്ന് നീക്കി വെച്ചിരുന്ന കല്ലിനെ ആര് മാറ്റും? എന്നാൽ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, കല്ല് ഉരുണ്ട് മാറിയിരിക്കുന്നത് കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. കല്ല് നീങ്ങിയിരിക്കുന്നത് കാണുകയാണ്. അതിന്റെ അപ്പുറം പിന്നീട് കാണുന്ന ഒരു ദൂതൻ അവിടെ ഇരിക്കുന്നു. ശരിക്കും ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി ആ കല്ലുരുട്ടി മാറ്റി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എന്തുമാത്രം ആശങ്കകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ നേരിടുന്നത്. നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ള ഗമനത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലും നമ്മുടെ ഓരോ പ്രശ്നങ്ങളിലും നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത ഭാരമേറിയ കല്ലുകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ, ദുർഘടങ്ങളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മുൻപേ ചെന്ന് ദൈവം കാര്യങ്ങളെ തിരിക്കുന്നു, വഴികളെ തുറക്കുന്നു എന്നുള്ള സത്യം ഇന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ കോരേശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യായം, കോരേശ് രാജാവ്, പേർഷ്യൻ രാജാവായ, പാർസി രാജാവായ കോരേശ്, സൈറസ്, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് യെശയ്യാവ് 52 എഴുതിയിരിക്കുകയാണ്. അവൻ മേദ്യ-പേർഷ്യ സാമ്രാജ്യത്തെ തകർത്തിട്ട് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിലേക്ക് വരാനായിട്ട് ദൈവം ആ സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റലിലെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ അധിപതിയായിരിക്കുന്ന ദാര്യാവേശിനെ നിർമൂലമാക്കിയിട്ട് മാറ്റിയിട്ട് കൊന്നുകളഞ്ഞിട്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കാനായി ദൈവം കോരേശിനെ ഉണർത്തി അവിടെ ആക്കുകയാണ്. എന്നാൽ കോരേശിന് കൊടുക്കുന്ന ഒരു പ്രോഫസി ഉണ്ട്, ഒരു പ്രവചനമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 45 യെശയ്യാവ് 45:2 ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ദൈവം പറയാണ്, നിനക്ക് മുൻപായി ഞാൻ ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കും, താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയും. കാരണം ഈ കോരേശ് രാജാവ് അധികാരത്തിൽ വന്നിട്ട് വേണം ഇസ്രായേൽ ജനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുവാനും അവിടെ പ്രവാസകാലം അവസാനിപ്പിച്ച് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുവാൻ. അതുകൊണ്ട് ദൈവജനത്തെ സഹായിക്കാനുള്ളവനായതുകൊണ്ട് അവന് മുൻപായി ദൈവം ദൂതന്മാരെ അയക്കുകയാണ് ഒരു ഭരണം പിടിച്ചെടുക്കുവാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ദൈവത്തിന് ഒരു ജാതീയനായ രാജാവിന് വേണ്ടി താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് വാതിൽ തുറന്നു കൊടുക്കാമെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ദൈവത്തിന്റെ സ്വന്തം മക്കളായ നമുക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കാതിരിക്കുമോ? ഹല്ലേലൂയ. തുറന്നിരിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 12-ാമത്തെ അധ്യായത്തിൽ പത്രോസ് കാരാഗൃഹത്തിലായിരുന്നപ്പോൾ സഭ അവന് വേണ്ടി വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു. ദൈവത്തിന്റെ ദൂതൻ, കർത്താവിന്റെ ദൂതൻ പത്രോസ് ആയിരുന്ന കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നിട്ട് ഹേരോദാവിന്റെ കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നു. അവനെ അടച്ചിരുന്നത് ഹേരോദാവ്.
അവിടെ ഇറങ്ങി വന്നിട്ട് പത്രോസിനെ കാരാഗ്രഹ ജയിൽ സൂപ്രണ്ടുമാരോ അവിടുത്തെ പോലീസുകാരോ കാണുവാനോ അറിയുവാനോ ഇടയാകാതെ തന്നെ അവനെ തടവിൽ സൂക്ഷിച്ചിടത്തുനിന്ന് അത്ഭുതകരമായി പുറത്തു കൊണ്ടുവരുന്നൊരു കാഴ്ച അവിടെ 12-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 12:10 അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കലെത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. അപ്പൊ ദൈവത്തിന്റെ ദൂതൻ ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഏതൊക്കെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു, സ്വാതന്ത്ര്യമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ എവിടെയൊക്കെയാണ് നിങ്ങൾ ആയിരിക്കുന്നത്, ആ മേഖലയിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, നിങ്ങളെ ബന്ധിച്ച എത്ര ശക്തമായ ഇരുമ്പ് ഗേറ്റുകളാണെങ്കിലും, ശത്രുവിന്റെ എത്ര വലിയ കോട്ടയാണെങ്കിലും അതിനെ ഭേദിച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഈ ഞായറാഴ്ച ദൈവം നിങ്ങൾക്ക് വിടുതലിന്റെ ആലോചനയാണ് നൽകിത്തരുന്നത്. ദൈവത്തിന്റെ ദൂതനെ അയച്ച് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. കാരണം നിങ്ങൾ അനേകം പ്രാർത്ഥനയുടെ മറുപടിയാണ്. അങ്ങനത്തെ ഒരു സാക്ഷ്യമായി നിങ്ങൾ മാറാനായി ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഇതേ സംഭവം ഉണ്ടാകുന്നുണ്ട്. പൗലോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നത്. പൗലോസും ശീലാസും അവിടെ രാത്രിയിൽ അവർ പാടി ആരാധിച്ചപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. വാതിലൊക്കെ തുറന്നുപോയി. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. വാതിലുകൾ തുറന്നുപോയി. ആരെങ്കിലും തുറന്നായിരുന്നു? തുറന്നു. ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നപ്പോൾ വാതിലുകൾക്കോ പൂട്ടുകൾക്കോ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ബന്ധിക്കപ്പെട്ട സകല കീ വരെ, താഴ്വരെ, ലോക്ക് വരെ അഴിഞ്ഞു. കയ്യിൽ കിടന്ന ചങ്ങല അഴിഞ്ഞു. ജനത്തിന്റെ ബന്ധനം അഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണിയുടെ ആത്മഹത്യയുടെ ബന്ധനം അഴിഞ്ഞു. വലിയ വിടുതലാണ് ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന ഒരു വീട്ടിൽ നടക്കുന്നത്. അത് ഭൗതിക മേഖലയിൽ നടക്കും, ശാരീരിക മേഖലയിൽ നടക്കും, ആത്മീയ മേഖലയിലും ആത്മമണ്ഡലത്തിലും വിടുതൽ നടക്കും. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ വലിയ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് വേണ്ടത്, കർത്താവേ എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്, നിന്റെ ശക്തിയാണ്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ എല്ലാ മേഖലയിലുള്ള വിടുതൽ സംഭവിക്കും. ദൈവം നമുക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരുന്നവനാണ്. വാതിൽ അടയ്ക്കുന്നവനെയല്ല, തുറന്നു തരുന്നവൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴി നടത്തും, അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുന്നിൽ ഇരുട്ടിനെ വെളിച്ചു ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. കുരുടന്മാർക്ക് മുമ്പിൽ അറിയാത്ത വഴികൾ തുറക്കുന്ന ദൈവം, അവർ കാണാത്ത പാതയിൽ സഞ്ചരിക്കുമാറാക്കുന്നു, ഇരുട്ടിനെ വെളിച്ചമാക്കും, ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അത് ദൈവം ചെയ്യാൻ പോകുകയാണ്. ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്ന ദൈവം. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കട്ടെ. യേശു തന്നെ പറഞ്ഞില്ലേ, ഞാൻ വാതിലാണ്. യേശു തന്നെ വാതിലാണ്. യേശുവിലേക്ക് വരുമ്പോഴേ വാതിലുകളൊക്കെ തുറക്കുകയാണ്. ഹല്ലേലൂയ. വാതിലുകൾ തുറക്കും. മരണത്തിന്റെ വാതിലുകളെ, പാതാളത്തിന്റെ വാതിലുകളെ, പിശാച് കെട്ടിവെച്ച ബന്ധനത്തിന്റെ വാതിലുകളെ തുറന്ന ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരും. ജീവനിലേക്ക് ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടു പോയ ജനത്തെ ദൈവം തുറന്ന് പുറത്തു കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്ന യേശു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറയുന്നത്, എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുവാൻ, ബന്ധനത്തിലിരിക്കുന്നവരെ, തടവറയിലിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കൂടെയുണ്ട്. അതെ, ഈ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാനായി വ്യാപരിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവം നിങ്ങൾക്കൊണ്ട് വാതിലുകളെ തുറന്നു തരട്ടെ. ഹല്ലേലൂയ. ഏത് മേഖലയിലാണ്? അത് സാമ്പത്തിക മേഖലയായിരിക്കും, അത് രോഗം സംബന്ധിച്ച് ശാരീരികമായ മേഖലയായിരിക്കും, അത് നിങ്ങൾക്ക് സ്വസ്ഥത എടുത്തു കളഞ്ഞ പൈശാചിക മണ്ഡലങ്ങൾ നിങ്ങളുടെ മാനസിക മേഖലയെ ചൂഷണം ചെയ്തോ എന്താ പറയുക അടിമപ്പെടുത്തിയതായിരിക്കാം. അവിടുന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയ കർത്താവേ, ഈ ഞായറാഴ്ച ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ ദൈവത്തിന്റെ ദൂതനെ ഞങ്ങളുടെ മുൻപേ അയക്കുന്നതിനായി നന്ദി. ഈ മക്കൾ മുൻപോട്ട് പോകേണ്ടതിന് തടസ്സമായി നിൽക്കുന്ന സകല പ്രതിബന്ധങ്ങളെയും എടുത്തു കളയുവാൻ ദൂതന്മാരെ അയച്ച് അത്ഭുതകരമായ ഒരു പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുന്നതിനായി സ്തോത്രം. സ്വസ്ഥമായി മുൻപോട്ട് പോകുവാൻ കർത്താവേ, ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ ജനം സ്വസ്ഥമായി മുൻപോട്ട് പോയതുപോലെ
മുന്നോട്ട് പോകുവാനുള്ള വലിയ ബലവും കൃപയും മക്കൾക്ക് നൽകണമേ. അതിനായി ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് ഈ ഞായറാഴ്ച ഈ മക്കളെ സംഭവിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം. സൂമിലൂടെയാണ്. അതിന്റെ ലിങ്കും പാസ്വേഡും ഐഡിയും നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്ഡ് സൺഡേ.